വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് യൗവനക്കാർ പ്രത്യേകിച്ച് കടന്നു പോകുന്നത്. മാതാപിതാക്കന്മാർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് പ്രാർത്ഥനയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ തന്നെ ഇന്ന് നമുക്ക് ഇനി യൗവനക്കാർ എത്ര പേരുണ്ട്? കാര്യങ്ങളൊന്നും ഉയർത്താവോ? യൗവനക്കാരുടെ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ കാര്യമൊക്കെ പേടിക്കണം, ടെൻഷൻ കണ്ട പോകുന്നില്ലല്ലോ. സ്തോത്രം. ഇവിടെ എത്ര പേരുണ്ട്? ഓക്കെ, ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം ഈ നിങ്ങളെ പ്രത്യേകിച്ച് സ്നേഹിക്കുന്നത്, ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവിന് നിങ്ങളെ ഭയങ്കര കാര്യമാണ്. ഒരു സന്തോഷമില്ലല്ലോ. ശരിക്കും ഈ യൗവനത്തിന് വേണ്ടി, യൗവനത്തിൻ്റെ സമയത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞുണ്ടല്ലോ, അതിൽ പരം ഭാഗ്യമില്ല. നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഈ പാർട്ടികളുണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഓരോ പാർട്ടിക്കും അവരുടെ യൗവനക്കാരുടെ പ്രത്യേക സംഘടനയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കുന്ന കോളേജിലൊക്കെ, ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയുന്നില്ല, അവർക്ക് ആ ആവേശം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കോളേജിൽ കണ്ടിട്ടില്ലേ? ആവേശം കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അപ്പോൾ ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ഈ പാർട്ടിക്കാർക്ക് ഇങ്ങനത്തെ ആവേശമാണെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന നമ്മുടെ യൗവനക്കാർക്ക് എത്രത്തോളം ആവേശം വേണം? ഒരു സ്തോത്രം പറയാമോ? ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം പറയുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകത്തില്ല. ഓക്കെ, ഇന്ന് 8:30. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? ഓക്കെ, അവിടെ എന്താ കാണുന്നത്? പറഞ്ഞോ. അവിടെ നിങ്ങളുടെ കൂട്ടൊരു പയ്യനെ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അവൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണ് കാണുന്നത്? ഇടതുവശത്ത് ഫാൻ, അപ്പുറത്ത് എന്താണ്? ഫോളോവർ. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ, നിങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, അടുത്ത പീരീഡ് എന്തോന്ന് ചോദിക്കും. അടുത്ത പീരീഡ് എന്തോന്ന് ചോദിക്കും. അപ്പോൾ ചിലർ പറയും അടുത്ത പീരീഡ് ഗെയിംസ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. മാത്സ് ആണെന്ന് പറഞ്ഞാലോ, അയ്യോ, മനസ്സിലാവുന്നോ? നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. ഞാനും സ്കൂളിലൊക്കെ സമയത്ത് അങ്ങനെ അല്ലേ? ഇനി ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നില്ലെന്നിരിക്കട്ടെ ഒരു പീരീഡിൽ, നമുക്കുള്ള സന്തോഷം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാൻ ഓർ ഫോളോവർ. നമ്മൾ യേശുവിൻ്റെ ഫാനാണോ അതോ യേശുവിൻ്റെ ഫോളോവറാണോ? നമുക്ക് നോക്കാം. അപ്പം എന്തൊക്കെയാണ് നമ്മളിന്ന് പെട്ടെന്ന് പഠിക്കാൻ പോകുന്നത്? ഒന്ന്, ഒരു ഇൻട്രൊഡക്ഷൻ. എല്ലാ ക്ലാസ്സിലും എന്തോ ഉണ്ട്? നിങ്ങളല്ലേ പഠിക്കുന്നത്? എല്ലാ ക്ലാസ്സിലും എന്തോ ഉണ്ട്? ടീച്ചർ എന്തോ പറയാം? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ എന്തോ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് കണ്ടന്റിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫോളോവർ ആകുന്നത് പറയുന്നത്, യേശുവിൻ്റെ ഫോളോവർ എന്ന് പറയുന്നത് അതൊരു ഹോബിയല്ല. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ ഫോളോവർ ആകാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് യഥാർത്ഥമായി യേശുവിൻ്റെ ഫോളോവർ ആകാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവം നമ്മളെ വിളിക്കുന്നു എന്തിനു വേണ്ടി അറിയോ? ഫോർ എ ടോട്ടൽ സറണ്ടർ. പിന്നെ അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിനെ പിൻപറ്റാൻ അല്ലെങ്കിൽ യഥാർത്ഥമായി യേശുവിനെ ഫോളോ ചെയ്യാൻ നമ്മൾ എന്താണ് വില കൊടുക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ വില കൊടുക്കണം, ദ കോസ്റ്റ് ഓഫ് ഫോളോയിങ് ജീസസ്. ഇനി അടുത്തത്, ഇത്രയും ബുദ്ധിമുട്ടി യേശുവിനെ ഫോളോ ചെയ്താൽ, ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ യേശുവിന് വേണ്ടി യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ്? ഇപ്പം നമ്മളെല്ലാം ചോദിക്കത്തില്ലേ, നമ്മൾ ഇപ്പോഴത്തെ എല്ലാ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ കൂടെ വരാം, പക്ഷേ എനിക്ക് എന്താണ് ബെനിഫിറ്റ് അല്ലേ? ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ പോകാറുണ്ടോ? ഞാൻ പോകാറില്ല. മോൻ പോകാറുണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം പോകാറുണ്ടോ? ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യത്തിൽ പോകാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് നമ്മൾ ചെയ്താൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? എനിക്ക് എന്താണ് ബെനിഫിറ്റ്? ഞാൻ എൻ്റെ കൂടെ വരാം, അവിടെ വരെ വരാം, എനിക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടോ? അപ്പോൾ യേശുവിൻ്റെ കൂടെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അറിയണ്ടേ? അടുത്തതായി സുവിശേഷം. ഓക്കെ, ഇത്രയാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇനി ക്ലാസ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങളുടെ ഉറക്കമൊക്കെ ഒന്ന് മാറട്ടെ. ഈ ഫോട്ടോയിൽ കാണുന്ന പേരുകളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അവർക്കറിയാൻ ചാൻസ് ഇല്ല, അവർ ശ്രദ്ധിക്കാറില്ല. പെട്ടെന്ന് പറയാം. ആദ്യത്തെ ഫോട്ടോ ആരാ? യെസ്, വെരി ഗുഡ്. രണ്ടാമത്തെ മെസ്സി, വെരി ഗുഡ്. മൂന്നാമത്തെ ഓക്കെ. നമുക്ക് ആദ്യം തന്നെ ആരെ പറ്റി പറയണം? മെസ്സിയെ പറ്റി പറയാം. ഉദാഹരണം, അർജന്റീന അല്ലെങ്കിൽ മെസ്സി ഉൾപ്പെട്ട് നിൽക്കുന്ന ടീമിൻ്റെ ഫുട്ബോളിൻ്റെ മാച്ച് നടക്കുമ്പോൾ മക്കൾ എത്ര, നമ്മുടെ സമയം, ഇവിടുത്തെ സമയം എത്ര ആവുമായിരിക്കും?
രാത്രിയാവും. രാത്രിയാവും. അപ്പം ഈ മെസ്സിയുടെ മാച്ച് കാണാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും? അലാറമൊക്കെ വെച്ച് കറക്റ്റ് ആ സമയത്ത്, അന്നേരം ആര് വിളിക്കണ്ട? അമ്മ വിളിക്കണ്ട, പപ്പ വിളിക്കണ്ട, ഇല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ 10 മിനിറ്റ് മുമ്പേ ആ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാണും. ഞാൻ ഉൾപ്പെടെ കാണാറുണ്ട് കേട്ടോ, അത് തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കാണും. ഒരു മാച്ച് എത്ര സമയം എടുക്കുമായിരിക്കും തീരാൻ? 45 ഫസ്റ്റ് ഹാഫ് എടുക്കും. പിന്നെ എല്ലാം കൂടെ എത്ര മണിക്കൂർ എടുക്കും? കളിയെല്ലാം കഴിഞ്ഞ് തീരുമാനത്തേക്ക് എത്ര മണിക്കൂറാവും? 2 ടോട്ടൽ? ഒരു 2 മണിക്കൂർ നമ്മൾ വളരെ ആവേശത്തോടെ നമ്മളിത് കാണും. ഉറക്കമേ വരുത്തില്ല. ഇനി ഈ മെസ്സി ഗോൾ അടിച്ചാൽ ഉണ്ടാകും നമുക്കുള്ള റിയാക്ഷൻ അറിയോ? നിങ്ങളൊന്ന് ഒരു സന്തോഷമില്ലോ? എനിക്ക് മെസ്സി ഒരു ഗോൾ അടിച്ചാലോ നമ്മുടെ ആവേശം, ഒരു ഹാട്രിക് അടിച്ചാലോ? അപ്പൊ മെസ്സിക്ക് വേണ്ടി എത്രയോ ദൂരെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഉറക്കം പോയി, നമ്മുടെ സമയം പോയി, നമ്മൾ ആവേശം കൊണ്ടു. അതുപോലെ തന്നെ വിരാട് കോഹ്ലി, പിന്നെ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പം നമ്മളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു മെസ്സി ഫാനാണ്. ഞാനൊരു മെസ്സി, ആ ഫാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത്, ഫാൻ എന്താ ഫോളോവറാണ് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, എന്താണ്? ഞാനൊരു മെസ്സിയുടെ ആരാധകനാണ്, അല്ലേ? ഈ മെസ്സി എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? എന്നാ ഞാൻ കളി കണ്ട മോൻ്റെ പേരെന്തായിരുന്നു? ഡാനി. അപ്പം കൊല്ലം കടപ്പാക്കടയിൽ ഡാനി എന്ന മോൻ എൻ്റെ എല്ലാ മാച്ചസും എന്ത് ചെയ്യുന്നുണ്ട്? ഉറക്കം ഉളച്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോകും? അടുത്ത മാസം വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ ഇവിടെ കയറും. വരുമോ? ഇല്ല. വിരാട് കോഹ്ലി വരുമോ? ഇല്ല. റൊണാൾഡോ വരുമോ? അല്ല, അറ്റ്ലീസ്റ്റ് നമുക്കൊരു മെസ്സേജ് അയക്കുമോ? ഇല്ല. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മൾ ക്ലാസ്സും കട്ട് ചെയ്ത് അസൈൻമെൻറ്റും മാറ്റിവെച്ച് പ്രാർത്ഥനയ്ക്കും പോകാതെ നമ്മൾ ഈ കളിയെല്ലാം കുത്തിയിരുന്ന് കണ്ടു. നമ്മളെ അവർ ഫോൺ വിളിക്കത്തില്ല. എന്നാ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി, അടുത്ത കളിയിൽ നീ എന്ത് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് മെസ്സി പറയുമോ? പറയത്തില്ല. അന്നേരവും പക്ഷെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെന്താണ്? മെസ്സിയുടെ ആരാധകനാണ്, അല്ലേ? മെസ്സി എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്ലാസ്സിൽ മെസ്സിക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരത്തില്ലേ? പക്ഷെ ഈ മെസ്സിക്ക് നമ്മളെ ആരെയും എന്ത് ചെയ്യത്തില്ല, അറിയത്തു പോലുമില്ല. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ എന്ത് അറിയാമോ? ഈ വൈകിയ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കണം, വാസ്തവത്തിൽ നമ്മൾ യേശുവിൻ്റെ ഫാൻസ് ആണോ? ഇതിത്ര ഞാൻ പറഞ്ഞ എന്തിനറിയോ? മെസ്സിക്ക് വേണ്ടി ഇത്രയും ആവേശം കൊള്ളുന്ന നമ്മളെ ആർക്കറിയത്തില്ല? മെസ്സിക്ക് അറിയത്തില്ല. അതുപോലെ ഞാൻ അത്രയും പറഞ്ഞ എന്തിനറിയോ? നമ്മൾ യേശുവിൻ്റെ ഫാൻസ് ആണോ? യേശു എന്ന് പറയുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് ഞാൻ എന്ത് ചെയ്യും? വാക്യങ്ങളിടും, സ്റ്റാറ്റസ് ഇടും. തിങ്കൾ തൊട്ട് ശനി വരെ ഞാൻ എന്താണ്? സിനിമ പാട്ടാ, അല്ലേ? തിങ്കൾ തൊട്ട് ശനി വരെ 4 മണി വരെ എന്താണ്? ശനിയാഴ്ച തൊട്ട് എന്താണ്? ഞാനൊരു ജീസസ് ഫാൻ. പിന്നെ ഞായറാഴ്ച വരുന്നു, സൺഡേ സ്കൂളിൽ വരുന്നു, പിന്നെ പാട്ട് പാടുന്നു, ബൈബിൾ വായിക്കുന്നു, സാക്ഷ്യം പറയുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്താ കാരണം? എന്താണ്? നമ്മൾ പലപ്പോഴും മെസ്സിയുടെ ഫാൻ എന്ന് പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ ആരാധകനായി മാറുകയാണോ? അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം എന്തറിയോ? യേശുവിന് ആരെ അറിയത്തില്ല? മെസ്സിക്ക് ഫാൻസിനെ അറിയോ? ഇല്ല. അപ്പോൾ യേശുവിൻ്റെ ആരാധകനായി കഴിഞ്ഞാൽ ഉള്ള ഡേഞ്ചർ എന്തോ അറിയോ? യേശുവിനെ ആരെ അറിയത്തില്ല? ആരെ അറിയത്തില്ല? പറഞ്ഞോ. നമ്മളെ അറിയത്തില്ല. കാരണം തിങ്കൾ തൊട്ട് ശനി വരെ നമ്മൾ വേറെ ലോകത്താണ്. ഞായറാഴ്ച മാത്രം ഇടയ്ക്ക് വരുന്നു, നിർബന്ധത്താൽ പപ്പയും അമ്മയൊക്കെ നിർബന്ധിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആരാധനയ്ക്ക് വരുന്നു, പാട്ട് പാടുന്നു. ഞായറാഴ്ച മാത്രം പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തോട്ട് മാറുക? പലപ്പോഴും യേശുവിൻ്റെ ഫാനായി മാറുക. ഫാനായി മാറുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാ, ഞാൻ ബെന്തിക്കോസുകാരനാ, ബെന്തിക്കോസ് ചർച്ചിലാണ് പോകുന്നത്, AGD ചർച്ചിലാണ് പോകുന്നത്. പക്ഷെ ഇതിന് ഡേഞ്ചർ എന്തോ അറിയോ? യേശുവിന് നമ്മളെ അറിയത്തില്ല. ഇനി 2 ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ഒരു സൈഡിൽ എന്താണ്? ഫാൻസ്. അവരുടെ പ്രത്യേകം എന്താ അറിയോ? അവരൊരു പക്ഷേ സൺഡേ സ്കൂളിൽ വരുന്നുണ്ട്, വാക്യങ്ങൾ പോസ്റ്റ് ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് യേശുവുമായിട്ടൊരു ബന്ധമില്ല.
അപ്പം അങ്ങനെ ആയി കഴിയുമ്പോൾ അവരെന്തുമായിട്ട് മാറുവാണ് മക്കളെ? യേശുവിൻ്റെ ഫാൻസ്. പക്ഷെ മറു സൈഡിൽ ഒരു ടേബിൾ ഉണ്ട്. എന്താണ് അവിടെ? എന്താ പറയുന്നത്? ഫോളോവേഴ്സ്. അവിടെ ഫോളോവേഴ്സ്. ഈ ഫോളോവേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഞായറാഴ്ച മാത്രമല്ല, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, വീട്ടിൽ പാസ്റ്ററങ്ങൾ ഇല്ലാത്തപ്പോൾ വീട്ടിൽ, പലപ്പോഴും നമ്മുടെ ആത്മീയത എപ്പോഴാണ്? പാസ്റ്ററങ്ങളുടെ മുമ്പിൽ നമ്മൾ ഭയങ്കര ഡീസൻ്റാണ്. വീട്ടിൽ അമ്മ പറയുമ്പോൾ കേൾക്കത്തില്ല. അപ്പോൾ ഇടയ്ക്ക് പാസ്റ്റർ ചോദിക്കും, അമ്മ പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അയ്യോ ഭയങ്കര സുഖമാണ്. പക്ഷെ പാസ്റ്റർ അങ്ങോട്ട് സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെന്തുവാ? നമ്മുടെ തനി സ്വഭാവം വെളിപ്പെടും. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? യേശുവിൻ്റെ ഫാനാണോ ഫോളോവറാണോ? ഫാനാ. യേശുവിൻ്റെ ഫാനാ. പക്ഷേ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, നിങ്ങളെ ആരും കാണാതിരിക്കുമ്പോൾ പോലും നിങ്ങൾ കറക്റ്റ് നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ ആരായി മാറുക? യേശുവിൻ്റെ ഫോളോവേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? ഇനി അടുത്തത്, ഈ യേശുവിനെ ഫോളോ, ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? ഫാൻ പറഞ്ഞു, ഫോളോവർ പറഞ്ഞു. യേശുവിൻ്റെ ഫോളോവറായി തീരുമെന്ന് പറയുന്നത് അതൊരു ഹോബിയല്ല. ഇവിടെ ചോദിക്കും, നിങ്ങളുടെ ഹോബി എന്താ കുഞ്ഞുങ്ങളെ? ഹോബി, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ? ഡ്രോയിങ്, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ഹോബീസ്? ക്രാഫ്റ്റ്, വെരി ഗുഡ്. ഒന്നുകൂടെ ഉണ്ടോ? വേറെ ഒന്നുകൂടെ പറഞ്ഞോ. ഇല്ല, ഓക്കെ. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങോട്ട് വരാം. ബോയ്സ് പറ, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാ? നിങ്ങൾക്ക് ഹോബീസ് ഇല്ലയോ? എന്തൊരു മനുഷ്യരാണ് നിങ്ങൾ! മെസ്സിയുടെ കളി മാത്രം നിങ്ങൾ കാണത്തുള്ളൂ. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ ഹോബി നമ്മൾ എപ്പോഴാണ് ചെയ്യുന്ന മക്കളെ? സ്പെയർ ടൈമിലാണ് ചെയ്യുന്നത് അല്ലേ? സ്പെയർ ടൈമിലാണ് ചെയ്യുന്നത് അല്ലേ? പിന്നെ ഈ ഹോബി നമ്മൾ ആരും നിർബന്ധിച്ചിട്ടാണോ ചെയ്യുന്നത്? ആണോ? പപ്പ അമ്മ പറയുമോ ക്രാഫ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ വരയ്ക്കാൻ നിർബന്ധിക്കുമോ? ഇല്ല. ഹോബീസിൽ എന്തോ ഇല്ല, നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്കിഷ്ടമുണ്ട് ചെയ്താൽ മതി. നമുക്കിഷ്ടമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അതാണ് ഹോബി. ഇതെന്തിനു വേണ്ടിയാ? ജസ്റ്റ് നമ്മുടെ ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്ത്? ഹോബി. അപ്പോൾ മറു സൈഡിൽ യേശുവിൻ്റെ ഫോളോവർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നെന്തറിയോ, അതൊരു ഹോബിയല്ല. മനസ്സിലാവുന്നുണ്ടോ? യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അതൊരു ഹോബി അല്ല. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. എന്താ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും പറഞ്ഞു, എന്താണ് ലൈഫ് സ്റ്റൈൽ? യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയാണ്. എന്താ അതിന് അർത്ഥമാകുന്നത്? ഞായറാഴ്ച മാത്രം ഒതുങ്ങുന്നതല്ല, ശനിയാഴ്ച വൈകുന്നേരം 4 മണി തൊട്ട് തുടങ്ങുന്നതല്ല. എന്ത്? ഈ ഫോളോയിങ് ജീസസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ 24/7 നിങ്ങൾ ആരോടൊപ്പം ആയിരിക്കണം? പിടി കിട്ടുന്നുണ്ടോ? യേശുവിനെ കൂടാതെ ഒരു കാര്യത്തിനും നിങ്ങൾ എന്തോ ചെയ്യരുത്? നിങ്ങളുടെ സമയം പാഴാക്കരുത്. നിങ്ങളുടെ സമയം, നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ജീവിത രീതിയാണ്. ഇതും എല്ലാം ബോയ്സിനുള്ളതാണ്. അത് എന്ത് സംഭവം? എന്തത് അവിടെ ചോദിക്കുന്നില്ല, അവരൊന്നും പോകാറില്ല. പറഞ്ഞോ, എന്താ അത്? എന്താ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞ? ജിമ്മല്ലേ? അപ്പൊ ജിമ്മില് പോകുമ്പോൾ എങ്ങനെ മാസത്തിൽ ഒരിക്കൽ പോയ കാര്യം നടക്കും മോനെ? മസിലൊക്കെ ഡെവലപ്പ് ആവോ? പാടാ. അപ്പോൾ യേശുവിനെ നമുക്ക് തോന്നുന്ന പോലെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ യൂത്ത് ക്യാമ്പിനോ യൂത്തിൻ്റെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്കോ, ഇന്ന് സൺഡേ സ്കൂൾ ആനിവേഴ്സറി, എന്നാൽ പിന്നെ ഞാൻ 2 ദിവസത്തേക്ക് യേശുവിനോട് നടന്നേക്കാം, അങ്ങനെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റുമോ? നമ്മൾ ജിമ്മിൽ പോകുന്ന എന്തിനു വേണ്ടിയാ? നമ്മുടെ ലുക്കൊക്കെ ഒന്ന്, അല്ലെ, ഗേൾസൊക്കെ നമ്മൾ നോക്കണ്ടേ? അത് മാസത്തിൽ ഒരിക്കൽ പോയി നടക്കുമോ? ഇല്ല. അപ്പോൾ ഈ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനും ഗേൾസ് നമ്മളെ നോക്കാൻ വേണ്ടിയും നമ്മുടെ മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ എവിടെ പോകും? ജിമ്മിൽ പോകും അല്ലേ? അതിനൊരു സമയക്കുറവുമില്ല. പക്ഷെ യേശുവിൻ്റെ കാര്യം വരുമ്പോഴോ, ഈ പാസ്റ്ററിന് എപ്പോഴും മീറ്റിങ്ങാണ്. എപ്പോൾ നോക്കിയാലും ഫാസ്റ്റിംഗ് പ്രെയറും യൂത്ത് മീറ്റിങ്ങും. പാസ്റ്റർ, നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ? ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു കേട്ടോ, പൊതുവെ പറയുന്ന കാര്യമാണ് അല്ലേ? എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ അല്ലേ? എപ്പോഴും മീറ്റിംഗ് കാര്യം നടക്കുമോ? അപ്പം
കുഞ്ഞുങ്ങളെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്തിലെ ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജിമ്മിൽ എന്നും പോണ്ടി വരും, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിന് വേണ്ടി നമുക്ക് എത്ര സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ പേരൻസ് ഒരുപക്ഷെ സ്നേഹിക്കുന്നുണ്ട്, പാസ്റ്റർ അങ്കിൾ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരേക്കാൾ എല്ലാം കൂടുതൽ സ്നേഹിക്കുന്ന ആരറിയോ? യേശുവ. ബോയ് ഫ്രണ്ട് അല്ല, ഗേൾ ഫ്രണ്ട് അല്ല. വാട്സപ്പിലും ഫേസ്ബുക്കിലും DM ഇടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നുമല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരറിയോ? യേശുവ. അപ്പം അങ്ങനാണെങ്കിൽ ഈ യേശുവിനോടൊപ്പം പോകുന്നത് ഇത് ബോറിങ് ആവുമോ? നമുക്ക് അങ്ങനത്തെ ഒരു ബോധ്യം വന്നിട്ടില്ല. നമ്മളെ വാസ്തവത്തിൽ യേശു നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ റോങ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. കാരണം എന്താ? നമ്മുടെ എല്ലാം പരാതി എന്താണ്? എന്നെ ആരും സ്നേഹിക്കുന്നത് ഇല്ല, എന്നെ ആരും കേൾക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, യേശു, സാക്ഷാൽ ദൈവപുത്രനായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പലപ്പോഴും യേശുവിൻ്റെ ഫാൻസായി മാറുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഹോബിയൊക്കെ ചെയ്യുന്ന പോലെ തോന്നുമ്പോൾ നമുക്ക് മൂഡുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, മൂഡുണ്ടെങ്കിൽ ബൈബിൾ വായിക്കും, മൂഡുണ്ടെങ്കിൽ മീറ്റിങ്ങിന് പോകും. അപ്പം അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് യേശുവിൻ്റെ ഫോളോവർ അല്ല ആകുന്നത്, യേശുവിൻ്റെ ഫാൻസായി മാറുകയാണ്. ഇനി ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ പറ്റാത്തത്? ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്താണ്? കാണാൻ പറ്റുന്നുണ്ടോ? ഫിയർ ഓഫ് വാട്ട് അതേഴ്സ് തിങ്ക്. അതായത് ഈ യേശുവിനെ അനുഗമിച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ, എൻ്റെ ക്ലാസ്സിൽ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കോളേജിൽ, എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും? കാലമൊക്കെ ഇത്ര മോഡേൺ ആയ സമയത്ത് ടെക്നോളജീസ് വർദ്ധിച്ചു, AI, ലേറ്റസ്റ്റ് ടെക്നോളജീസ്, 5G ആയി, ഇത്രയും ടെക്നോളജിയൊക്കെ അഡ്വാൻസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യേശുവിന് വേണ്ടി യേശുവിൻ്റെ കാര്യവും പറഞ്ഞ് ഞാൻ നിങ്ങളോടൊന്നും വരുന്നില്ല, ഞാൻ ഇത് കാണാൻ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുമോ? പലപ്പോഴും അത് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യം അല്ലേ? പലപ്പോഴും എന്താണ്, നമുക്ക് കോളേജൊക്കെ പറ്റുന്നൊരു ഇഷ്യൂ ആണ്. എന്താണ്, നമ്മളിങ്ങനെ യേശുവിന് തീരുമാനം എടുത്തു കഴിയുമ്പോൾ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമോ എന്നൊരു സംശയം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇടത്തും വലത്തൊക്കെ നോക്കുമ്പോൾ വീട്ടിലാരും കാണുന്നില്ല, പാസ്റ്ററങ്ങളും കാണുന്നില്ല, ചർച്ചിൽ വേറെ ആരും ഇല്ല. എന്നാൽ പിന്നെ 2 മണിക്കൂറത്തേക്ക് പോയിട്ട് വരാം. 2 മണിക്കൂറത്തെ കാര്യം അറിയുമോ? കാരണം എന്താണ്? നിങ്ങൾ ഒരുപക്ഷെ നോ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരെന്തോ പറയും? നാളെ തൊട്ട് നിങ്ങൾ എൻ്റെ കൂടെ നീ എൻ്റെ കൂടെ എന്ത് ചെയ്യണ്ട, വരണ്ട. കാരണം നിനക്ക് വിശുദ്ധി ഭയങ്കര കൂടുതലാണ്, അല്ലേ? അപ്പോൾ യേശുവിന് വേണ്ടി നമ്മൾ പലപ്പോഴും സ്റ്റെപ്പ് എടുത്തു കഴിയുമ്പോൾ നമ്മളെ അകറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക? സീക്രട്ട് സിൻ. എന്താണ്? കാണാൻ പറ്റുന്നുണ്ടോ? സീക്രട്ട് സിൻ. നിങ്ങളിവിടെ നമ്മൾ ചർച്ചിൽ വരുന്നു, സൺഡേ സ്കൂളിൽ വരുന്നു, വാക്യങ്ങൾ പറയുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും രഹസ്യ പാപങ്ങളുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യ പാപങ്ങളുണ്ട്. അപ്പം നമ്മളിത് ചർച്ചയിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും, പാട്ട് പാടി അല്ലെങ്കിൽ ആരാധിച്ചു, കുഴപ്പമൊന്നുമില്ല, വാക്യം പറയാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഡേ ബൈ ഡേ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, ഇച്ചിരിയൊക്കെ പാപം ചെയ്താലും പ്രശ്നമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചൊക്കെ പാപം ചെയ്താലും, അല്ലേ, കുറച്ച് തെറ്റ് വന്നാലും, കുറച്ച് കള്ളം പറഞ്ഞാലും, പപ്പായും അമ്മയും കളിപ്പിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താ? നമുക്ക് വർഷിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വാക്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്, പിന്നെ സഭയുടെ മുമ്പിലും സൺഡേ സ്കൂളിൻ്റെ മുമ്പിലൊക്കെ നമുക്ക് നല്ല പേരാണ്, നല്ല മാർക്കുണ്ട്. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ആരും അറിയാതെ നമ്മുടെ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത് പാപങ്ങളുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്കൊക്കെ നമുക്ക് എല്ലാവരും കളിപ്പിക്കാം.
പക്ഷേ നമ്മുടെ ആത്മീയതയാണ് അവിടെ തകരുന്നത്, വേറെ ആരുടെയല്ല. വേറെ ആരുടെയല്ല കുഞ്ഞുങ്ങളെ. നമ്മൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് അവരൊക്കെ പറ്റിച്ച് പോവാം. പക്ഷേ ഒരു നാൾ പിടി വീഴും, ഒരു നാൾ പിടി വീണിരിക്കും. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നത്. കാരണം എന്താ? ഈ കണ്ണാടി അർത്ഥം എന്താണ്? ഞാൻ ഡോക്ടറാണെങ്കിൽ പോലും എനിക്ക് എന്തോ ഉണ്ട്, കാഴ്ചയ്ക്ക് പ്രോബ്ലം ഉണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എന്താ പറയുമോ? അഗ്നിജ്വാലയ്ക്കൊത്ത. അപ്പോൾ എങ്ങനെ നമ്മൾ പേടിക്കണോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓർക്കും കുഴപ്പമില്ല, ഇതാരും അറിയത്തില്ല, രാത്രി ഇച്ചിരി സമയം ഇല്ലയോ, എന്തായാലും എല്ലാവരും ഉറങ്ങി, നമുക്ക് കുറച്ച് സമയമൊക്കെ ചാറ്റ് ചെയ്യാം, കുറച്ച് സമയം കുറച്ച് ആ വീഡിയോസൊക്കെ കാണാം, കുറച്ച് സമയം നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റാണ് അതൊക്കെ കാണാൻ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനൊക്കെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് വരും. പിറ്റേന്ന് നമ്മൾ എന്തോ നോർമലായിട്ട് വന്നിട്ട് ആരാധനയ്ക്കിരിക്കും. പക്ഷേ നമ്മളെ അപ്പോഴും കാണുന്ന ഒരു കണ്ണുണ്ട്, ആരെന്നറിയോ? യേശു. കാരണം യേശുവിൻ്റെ കണ്ണിന് എന്തോ പ്രശ്നം അറിയോ? അഗ്നിജ്വാലയ്ക്കൊത്ത. യേശുവിന് കണ്ണാടിയില്ല. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? യേശുവിന് എന്തോ ഇല്ല മക്കളെ, കണ്ണാടി വെക്കേണ്ട കാര്യമില്ല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള യേശു. ഈ യേശുവിൻ്റെ അടുത്ത് എൻ്റെ ഉടായ്പെല്ലാം നടക്കുമോ? എൻ്റെ ഉടായ്പെല്ലാം നടക്കുമോ? ഈ ബോധി എന്ന് എൻ്റെ അകത്ത് വന്നു, ഞാൻ എൻ്റെ ഉടായ്പ നിർത്തി. ഈ ബോധി എൻ്റെ അകത്ത് എന്ന് വന്നോ, ഞാൻ എൻ്റെ ഉടായ്പ നിർത്തി. നിങ്ങൾ നിർത്തുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് നിർത്തിയാൽ എത്രയും നല്ലതാ. പിടിക്കും. എവിടെ പോകാനാ? കാരണം എന്താണ്? യേശുവിന് പ്രത്യേകത വെച്ചാൽ യേശുവിന് കണ്ണാടിയൊന്നും വേണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ, കാരണം എന്താണെന്നറിയോ? നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മളെ ബാലശിക്ഷ തരുന്ന ഒരു കർത്താവ് കൂടിയാണ്. വേണമെങ്കല്ലേ, ബൈബിളുള്ള വാക്യമാണ്. ഇനിയാണ് അടുത്ത പ്രശ്നം. എന്താണ് മക്കളെ മൂന്നാമത്തെ കാര്യം? ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. ആ ഫോട്ടോ കാണുന്നുണ്ടോ? ഒരു ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടോ? അതിനകത്ത് എല്ലാത്തിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഇൻസ്റ്റാ ഇല്ല, ബാക്കിയുണ്ട്. ഞാൻ 90s കിഡ്സ്, 90s. ഞങ്ങൾ ഇച്ചിരി ഓൾഡ് ജനറേഷനാണ്. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ വരാൻ, ഓടി, കാരണം ക്ലാസ് ഒക്കെ എടുക്കണ്ടേ. പക്ഷെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഐഡിയയും കാണത്തില്ലേ? കുഴപ്പമൊന്നുമില്ല, പാവമൊന്നുമല്ല. ഇവിടെ ഗേൾസ് ഉണ്ടോ? ഐഡിയ ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ വിശുദ്ധരാണല്ലോ, കൈയൊന്നും പൊക്കല്ലേ. നിങ്ങളാണ് എല്ലാത്തിലും വലിയ പ്രശ്നക്കാരില്ലേ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, പേടിക്കണ്ട. അപ്പോൾ മൂന്നാമത്തെ പ്രശ്നം എന്ത് വരുന്നത്? ആദ്യത്തെ പ്രശ്നം ഒന്ന് മറക്കല്ല. ആദ്യം എന്ത് വരുന്നു? നമ്മൾ ചിന്തിച്ച് തുടങ്ങി എന്തായിരുന്നു? മറ്റുള്ളവരെന്ത് വിചാരിക്കും. 2, രഹസ്യപാപം. മൂന്നാമത്തെ കാര്യം ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ. കണ്ടോ? ഇൻസ്റ്റ, യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് ഇല്ലേ? വീട്ടിലൊരു വൈഫൈയും വെച്ച് ഇഷ്ടംപോലെ ചെയ്തോ ഇല്ലേ? ഇഷ്ടംപോലെ എടുത്ത് ഓഫറാ. പണ്ടൊന്നും ഇല്ലായിരുന്നു മാസ്റ്റർ, ഇപ്പം ഓഫറാ. സാത്താനങ്ങ് തരുക. നമ്മൾ ഓർക്കരുത്, സാത്താൻ ചെയ്യടാ, കാണ്. തീരും രാത്രി. അന്നൊരു 10 മണിക്കെല്ലാം തീരുന്നില്ല. അപ്പോഴും രാത്രി പ്രത്യേക ഓഫറാ. രാത്രി 10 to 6 മണി വരെ പ്രത്യേക ഓഫർ. കോളിങ് എല്ലാം അൺലിമിറ്റഡ് ആക്കി. എന്തോ ചെയ്യാൻ? അന്നേരമാണ് നമുക്ക് എന്തോ വരുന്നത്, അസൈൻമെൻറ്റ് തുറക്കാനും. അപ്പോൾ ഒരു ഡൗട്ടും വന്നു, വിളിക്കാതിരിക്കാൻ പറ്റുമോ? എപ്പോഴാണ്? രാത്രി 11 മണിക്ക്. അപ്പോൾ ഈ സൈഡിൽ ഫോൺ എടുക്കാൻ ഒരാളുണ്ട്. എന്താണ് അസൈൻമെൻറ്റ്? രാത്രി 11 മണിക്ക്. എന്തോ ചെയ്യും? യേശുവിനെ നമുക്ക് എന്തോ ചെയ്യണം? അനുഗമിക്കുകയും വേണം. നടക്കുന്ന കാര്യമാണോ? മോളെ നടക്കുവോ? എനിക്ക് ഇവളിലൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. ദൈവം സംസാരിക്കണം. ദൈവം ശമൂവേലിനെ വിളിച്ചതറിയോ? ദൈവം ശമൂവേലിനെ വിളിച്ചു, അറിയോ? അതൊക്കെ അറിയാം, നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുക. പലപ്പോഴും ദൈവം എൻ്റെ മുറി വന്നപ്പോൾ ഞാൻ തോണ്ടി വിടുക. വിളിച്ചിട്ട് എവിടെ കേൾക്കാനാ? ഒരു പ്രത്യേക കാര്യമായിട്ട് ദൈവം വന്നതാ എൻ്റെ അടുത്ത്. എല്ലാം നടക്കുമോ? ദീപക്കെന്ന് വിളിച്ചു. എവിടെ നിന്ന് കേൾക്കാനാ? വിട്ട് തിരണ്ടി കയ്യിലെ ഫിംഗർ പ്രിന്റ് പോലും കിട്ടത്തില്ല. ഇപ്പോൾ ആധാറൊക്കെ കൊടുക്കുമ്പോൾ ഫിംഗർ പ്രിന്റ് പോലും മാറിപ്പോയി. കാരണം ഈ സ്ക്രീൻ അതുപോലെ അങ്ങോട്ട് ചെയ്യുമല്ലയോ. എന്തോ ചെയ്യും? നമുക്ക് യേശുവിനെ അനുഭവിക്കാൻ പറ്റുമോ? മക്കളെ ബോറടിക്കുന്നുണ്ട് പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. ബോറാണോ? ക്ലാസ് ബോറാണെങ്കിൽ പറയണം കേട്ടോ. കാരണം സൗണ്ട് മാറ്റിയും നിങ്ങളെ ഇളക്കാനൊന്നും എനിക്കറിയത്തില്ല. എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. കുഴപ്പമുണ്ടോ? പ്രശ്നം ഉണ്ടോ? ഇല്ലല്ലോ.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. കുഴപ്പമില്ല മാസ്റ്റർ. ഓക്കെ, അടുത്ത പ്രശ്നം തീർന്നില്ല. ടോക്സിക് റിലേഷൻഷിപ്പ്. അയ്യോ, ഇപ്പം ചില കോളേജിലൊക്കെ ഫസ്റ്റ് ചെല്ലുമ്പോൾ എന്തോ പറയണ്ടേ, എടാ നിനക്ക് വല്ലതും സെറ്റായോ എന്ന് ആദ്യം ചോദിക്കുന്നത്. എന്താണ് ചില കോളേജിലൊക്കെ എന്താണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും സെറ്റായോ എന്നാണ് ചോദ്യം ആദ്യത്തെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ വാം പിടിച്ച കുറേ ബന്ധിക്കോസുകാരും പെട്ടു കിടക്കുക. കാരണം എന്താ? കാരണം ബന്ധിക്കോസ് കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അവരാകെ സഭയെ കേൾക്കുന്ന ദാവീദ്, ഗോലിയാത്ത്, ഇതൊന്നും ക്ലാസ് കേൾക്കുന്നില്ല. ഇതാരെങ്കിലും പറഞ്ഞു തരണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? പലപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാതാപിതാക്കന്മാർക്ക് ബാക്കി ഇരിക്കുന്നത് ഞാൻ പറയാം. പലപ്പോഴും ഞാൻ പല സഭകളിൽ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്, എല്ലാ ദൂതുകളും ഒരു പ്രായത്തിന് മുകളിലോട്ടാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ മുമ്പിൽ നോക്കണം. മുമ്പിൽ നോക്കുമ്പം കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് വല്ലതും പിടി കിട്ടുമോ? അവർക്ക് പിടി കിട്ടുന്നില്ല. ഈ മുമ്പിൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് പോലും നമുക്ക് അവരെ നേടണമെന്നില്ല. നമുക്ക് കുറ്റം പറയണം, ഇവൻ ശരിയല്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല. ഞാൻ ചോദിക്കുന്നത്, നീ പറയുന്നത് നമ്മൾ ശരിയാണോ? ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ വില കൊടുത്തേ പറ്റൂ. ഇത് അത്ര ഈസിയുള്ള കാര്യമല്ല. കാരണം ഞാനിത് പറയുന്നത് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, ചുമ്മാ പറയുകയല്ല, വളരെ ഭാരത്തോടെ പറയുന്നത്, വളരെ ഭാരത്തോടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഈ സഭയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. കാരണം പാസ്റ്റർ ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതാണ് സ്തോത്രം ചെയ്യുക. കാരണം ഇതൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് താല്പര്യമില്ല. ഓ, അതെങ്ങനെ ശരിയാകും, കാരണം മുതിർന്നവരപ്പോൾ എന്തോ ചെയ്യുമെന്ന്. മുതിർന്നവരല്ല പ്രശ്നം, ഇപ്പം കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല നമുക്ക്. പല സഭയിലും ഒറ്റ കുഞ്ഞുങ്ങളില്ല, ടീനേജേഴ്സ് ഇല്ല, സഭ വിട്ടു പോയി. കാരണം ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് ഗൈഡ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. കാരണം +2 കഴിഞ്ഞ് അവർ കാണുന്നത് വേറെ ലോകമാണ്. ആ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മുടെ ദൈവിക സഭകൾ പരാജയപ്പെട്ടു. തുറന്ന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ, പരാജയപ്പെട്ടു. പക്ഷേ ആരവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും? പ്രാർത്ഥന മാത്രമല്ല, ഇതുപോലത്തെ ക്ലാസ്സുകൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം, നമ്മുടെ ഭവനത്തിൽ പറഞ്ഞ് പഠിപ്പിക്കണം. ശ്രദ്ധിച്ചേ, 4ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്? റിലേഷൻഷിപ്പ്. കാരണം ഇപ്പോൾ ഇത് കോമണാ. പണ്ട് നമ്മുടെ സമയത്ത് ഇതൊന്നും ഇല്ല. ഇപ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് സെറ്റായോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരെ അവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്യണം. മക്കളെ, നിങ്ങളൊന്നും ഇതിൻ്റെ പുറകെ പോയി സമയം കളയരുത്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഒരു നല്ല ബന്ധമുണ്ട്. ആരറിയോ? യേശു ക്രിസ്തുവാണ്. തേച്ചിട്ട് പോകത്തില്ല, തേച്ചിട്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ ജീവ അന്ത്യത്തോളം കൈ പിടിച്ച് നടത്താൻ യേശു വിശ്വസ്തന. ആരൊക്കെ മാറിയാലും ആരൊക്കെ തള്ളി പറഞ്ഞാലും യേശു കൂടെ ഉണ്ട്. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? അപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലൊന്നും പെടരുത്. അടുത്തത് എന്താണ്? കാണാൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? ലേസിനെസ് ഇല്ലേ? സ്തോത്രം. ലേസിനെസ് ഉണ്ടോ? രാവിലെ എഴുന്നേക്കുന്നത് എപ്പോഴാ? എനിക്ക് ഉറങ്ങാൻ വലിയ ഇഷ്ടമാണ് അല്ലേ? എപ്പോഴാണ് എഴുന്നേക്കുന്നത്? അതൊരു പ്രശ്നമാണ്. ലേസിനെസ്. അത് കാരണം പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, യേശുവിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തത് ഗിൽറ്റ്. കർത്താവ്, ഞാൻ കുറേ തവണ ആത്മീയതയിൽ പരാജയപ്പെട്ടു, ഇനി ദൈവമേ അങ്ങേക്ക് എന്നെ കൊണ്ട് പ്രയോജനമുണ്ടോ? പലപ്പോഴും നമുക്ക് ചിന്തിക്കുന്ന ചോദ്യം, ചെറുപ്പക്കാരാകുമ്പോൾ നമുക്ക് വരുന്ന ചോദ്യമാണ്, എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വന്നു, ഇനി കർത്താവിനെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുറേ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ചില കാര്യങ്ങൾ. എന്താണ്? യേശുവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ചില കാര്യങ്ങളാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെ ചിന്തിച്ച്? എല്ലാവരും ഉറങ്ങുമെന്ന് തോന്നുന്നു. പറഞ്ഞേ പെട്ടെന്ന്. എവിടെ നിന്ന് തുടങ്ങിയേ? ആരും എഴുതിയെടുക്കുന്നില്ല, നോട്ട്സ് ഞാൻ തരത്തില്ല. വാട്ട് അതേഴ്സ് തിങ്ക്, വെരി ഗുഡ്. 2 സീക്രട്ട് സിൻ, വെരി ഗുഡ്. 3 ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ, യെസ്. 4 ടോക്സിക് റിലേഷൻഷിപ്പ്, യെസ്. 5 ലേസിനെസ്. 6 ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യേശുവിൽ നിന്ന് അകറ്റുന്നത്. ഇനി യേശു നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് പ്രാർത്ഥനയാണോ? അതോ എല്ലാ സഭായോഗത്തിനും വരുന്നതാണോ? അറ്റൻഡൻസ് ആണോ നിങ്ങളുടെ സഭയിലെ? അല്ല. യേശുവിന് അതൊന്നും ആഗ്രഹമില്ല.
എന്നും പറഞ്ഞ് നാളെ ഇനി സഭായോഗത്തിന് വരണ്ടെന്നല്ല എൻ്റെ അർത്ഥം. ഓ അങ്ങനെയാണല്ലേ പാസ്റ്ററെ, നാളെ തൊട്ട് ഞാൻ വരുന്നില്ല, അതല്ല അതിൻ്റെ അർത്ഥം. മൊത്തം കേൾക്കണം. ഒരു 2 മണിക്കൂർ സഭായോഗത്തിന് വരുന്നതോ 10 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ല യേശു ആഗ്രഹിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കണം. അത് ചെറുപ്രായത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ഈ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ ജീവിതം പൂർണ്ണമായി അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ കൈ നോക്കണ്ട. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ബൈബിളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ. ജീവിതം യേശുവിന് വേണ്ടി സറണ്ടർ ചെയ്ത കുറച്ച് ടീനേജേഴ്സ് ഉണ്ട്. അതിൽ ഉൽപ്പത്തിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാ അറിയോ? ജോസഫ്. ജോസഫ് എന്താ സറണ്ടർ ചെയ്യുന്നറിയോ? ജോസഫ് സറണ്ടേർഡ് ഹിസ് ഇംപ്യുവർ ഡിസയർ. ദൈവഹിതമല്ലാത്ത ആഗ്രഹം അവൻ എന്തോ ചെയ്തു? സറണ്ടർ ചെയ്തു. ഈ ടീനേജേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താണ്? നമ്മൾ പല കാര്യങ്ങൾ കാണും, നമുക്കെല്ലാം ട്രൈ ചെയ്യാൻ തോന്നും, പല വേണ്ടാത്ത ആഗ്രഹങ്ങൾ കയറി വരും. അപ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ എന്തോ ചെയ്യും? പപ്പ സമ്മതിക്കത്തില്ല, അമ്മ സമ്മതിക്കത്തില്ല. പക്ഷേ എങ്കിലും നമ്മുടെ വിലക്കും തോറും ഈ ആഗ്രഹം എന്തോ ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ബിക്കോസ് അത്ര ട്രെൻഡിങ് ആണല്ലോ ഇപ്പോഴത്തെ ലോകം. പക്ഷെ നമ്മൾ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ടീനേജർ ഉണ്ട്. ആരറിയോ? ബൈബിളിൽ നിന്ന് ആരറിയോ? ജോസഫ്. ജോസഫ് ഏറ്റവും വലിയ ഒരു ടെസ്റ്റ് നേരിട്ട്. എവിടെ നിന്നറിയാമോ? പോത്തിഫറിൻ്റെ ഭവനത്തിൽ ദൈവഹിതമല്ലാത്ത ആഗ്രഹം വന്നിട്ടും അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിത് എൻ്റെ ദൈവത്തിന് മുമ്പാകെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യത്തില്ല. ആ സമയത്ത് അവനെ ആരും കാണാനില്ല. പോത്തിഫർ അന്നേരം ഭവനത്തിലില്ല. പക്ഷെ യോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ തെറ്റ് ചെയ്താൽ ഇത് കാണുന്ന ആരാന്നറിയോ? ദൈവം. നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് യോസഫ് തുടർന്ന് എന്തുവായി? ഈ മറ്റേ അവിടുത്തെ പ്രധാനമന്ത്രിയായി ഇല്ലേ? ഫറവോൻ കഴിഞ്ഞ് 2ാം സ്ഥാനമായി. നമ്മൾ പലപ്പോഴും ആ ദൂതുകൾ കേൾക്കുന്നത് പലപ്പോഴും അല്ലേ? യോസഫ് പ്രധാനമന്ത്രിയായി, അതുപോലെ യോസഫിനെ മാനിച്ചതുപോലെ ദൈവം നമ്മളെ മാനിക്കും. പക്ഷേ ഏറ്റവും കാതലായ ദൂത് എന്താ പറയുക? അവിടുത്തെ ഈ പോത്തിഫറിൻ്റെ ഭവനത്തിൽ ആരും ഇല്ലാതെ ഇരുന്നപ്പോൾ ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിച്ചതാണ് അവന് പ്രൊമോഷൻ കിട്ടിയത്. ഈ ദൂത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേൾക്കുന്ന എപ്പോഴും എന്താ? നമ്മുടെ പ്രവചനം മൊത്തം, ബ്രദറെ ഒരു മാന്യത വരുന്നുണ്ട്. എന്നാ 8ാം മാസം ഞാനൊരു ഫ്ലൈറ്റ് കാണുന്നു. പിന്നെ നമ്മളും വൈബ്രേഷൻ, പാസ്റ്ററും വൈബ്രേഷൻ. മക്കൾ ഇങ്ങനെ നിൽക്കുക, കുഞ്ഞുങ്ങൾ ബൈബിള് വായിക്കാറില്ല, വിശുദ്ധ ജീവിതമില്ല, ഒന്നുമില്ല. 8ാം മാസവും അല്ല, 12ാം മാസവും അല്ല, 2026 ഒരു വിസയം വരത്തില്ല. ഉള്ളത് പറഞ്ഞ പ്രശ്നമില്ലല്ലോ. എന്തിനാ കളിപ്പിക്കുന്നത് വെറുതെ? ഇത് കേട്ട് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ല. അതല്ല അവിടുത്തെ വിഷയം. ദൈവം നമ്മളെ മാനിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം മാനിക്കും. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. കേരള സ്റ്റേറ്റിൽ MD ഫാർമക്കോളജിയിൽ 1ാം റാങ്കുകാരനാണ് ഞാൻ. എന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ദൈവം മാനിക്കാൻ പോവുക, അതല്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്യ്. ദൈവത്തെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തോടെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിന്നെ മാനിക്കും. അതാ ദൂത്. യോസഫ് പ്രധാനമന്ത്രിയാവുള്ള കാരണം എന്തറിയോ? എന്തു കാരണം? പോത്തിഫറിന്റെ ഭവനത്തിൽ ആരും കാണാതെ തൻ്റെ ജീവിതം സറണ്ടർ ചെയ്തു. ദൈവഹിതമല്ലാത്ത ആഗ്രഹങ്ങൾ മക്കളെ വരുന്നുണ്ടെങ്കിൽ ഈ വൈകിയ സമയം സറണ്ടർ ചെയ്തോണം. സറണ്ടർ ചെയ്യാൻ പറ്റുമോ? കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. സറണ്ടർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഭാവിയുടെ വഴി തുറക്കണമെങ്കിൽ വേറെ വലിയ വഴിയൊന്നും ഷോർട്ട് കട്ടൊന്നുമില്ല. ആരും കാണാതെ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിങ്ങളുടെ ജീവിതം കാത്തു സൂക്ഷിച്ചാൽ ദൈവം തുറക്കേണ്ട വഴികളെല്ലാം തുറക്കും തക്ക സമയത്ത്. ഇത് മറച്ചു വെച്ച് ഒരു മാന്യതയും ദൈവം സ്പോൺസർ ചെയ്യത്തില്ല. ദൈവവചനം അത് അനുശാസിക്കുന്നില്ല. മനസ്സിലാക്കുക. അവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും റൈറ്റ് സൈഡിൽ കിടക്കുന്നൊരു
കൊട്ടേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പ്യൂരിറ്റി ഇൻ സീക്രട്ട് ലീഡ്സ് ടു പ്രൊമോഷൻ ഇൻ പബ്ലിക്. ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു സമറി അതാ. പ്യൂരിറ്റി ഇൻ സീക്രട്ട്. ആരും കാണാതെ യോസഫ് തൻ്റെ ജീവിതം കാത്തു സൂക്ഷിച്ചില്ലേ? തെറ്റായ ആഗ്രഹങ്ങൾ വന്നപ്പോൾ, തെറ്റായ പ്രലോഭനം വന്നപ്പോൾ അതിനു മുമ്പിൽ തോൽക്കാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നു. എന്നിട്ടും അവനെ ആൾക്കാർ കുറ്റപ്പെടുത്തി ജയിലിലാക്കി. പക്ഷെ ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം ചോർന്നു പോയില്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിന് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിന്ദകൾ വന്നേക്കാം, പരിഹാസങ്ങൾ വന്നേക്കാം, തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷേ ദൈവം തക്ക സമയത്ത് നമ്മുടെ വഴികളെ തുറക്കും. പക്ഷെ അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയാണ്. അടുത്ത കാര്യം, അടുത്തൊരു ചെറുപ്പക്കാരൻ ഡാനിയല. എന്താണ് മക്കളെ ഡാനിയലിൻ്റെ പ്രത്യേകത? സൺഡേ സ്കൂൾ പഠിക്കുന്നല്ലേ? ഡാനിയൽ ചെറുപ്പക്കാരനായിട്ട് ബാബിലോണിൽ പോയി. എന്താ ഡാനിയലിൻ്റെ പ്രത്യേകത അറിയാമോ? ചെന്നപ്പോൾ തന്നെ നല്ലൊരു ഓഫർ വന്നു. എന്താണ്? കൊട്ടാരത്തിലെ നല്ല ഫുഡും വൈനും. കൊട്ടാരത്തിലെ ചെന്നപ്പോൾ തന്നെ ദാനിയേലിനും കൂട്ടുകാർക്ക് എന്തോ കിട്ടി? ബൽവിനെ കൊട്ടാരത്തിലെ നല്ല സൂപ്പർ ഫുഡ്, നല്ല കുഴിമന്തി, പിന്നെ ഷെയ്ക്കെല്ലാം കിട്ടി. നമ്മളാണെങ്കിൽ പാടിയനെ അർഹിക്കാത്ത നന്മകളും, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇപ്പൊ ഇതെല്ലാം നടക്കുന്നേ അർഹിക്കാത്ത നന്മകളാ. പക്ഷെ ദാനിയേലിനെ സംബന്ധിച്ച് അത് അർഹിക്കാത്ത നന്മകളല്ല. ശ്രദ്ധിക്കണം, ഈ രാജാവിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ, രാജാവിൻ്റെ വൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിസ്സാരമാക്കരുത്. ഏറ്റവും ക്വാളിറ്റിയുള്ള സൈറ്റും അത്. നമ്മൾ കാണുന്നതെല്ലാം എന്തോ മായം ചേർത്തതും അല്ലേ, എല്ലാം കെമിക്കലും എല്ലാം ചേർന്ന കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. കൊട്ടാരത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാ സേഫ്റ്റിയും കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് ഫുഡാണ് ഇവിടെ വരുന്നത്, കൊട്ടാരത്തിൽ വരുന്നത്. അപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ പാടേണ്ട ഏതാണ്? അർഹിക്കാത്ത നന്മകൾ പാടണം. പക്ഷെ ദാനിയേൽ പറഞ്ഞു, ഇതാ നന്മയല്ല, ഇതാ നന്മയല്ല, ഇത് ഞാൻ ഭക്ഷിക്കാൻ പാടില്ല. സറണ്ടർ ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അത് കഴിഞ്ഞ് പ്രശ്നം തീർന്നില്ല. കുറച്ച് അധ്യായങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ എന്താണ്? ദാനിയേലിൻ്റെ പ്രാർത്ഥന ജീവിതം എന്തു ചെയ്യണം? ബ്ലോക്ക് ചെയ്യണം. ഉത്തരവ് വന്നു. എന്താണ്? പ്രാർത്ഥിച്ചില്ലെങ്കിൽ എവിടെ വിടും? സൺഡേ സ്കൂൾ എവിടെ ഇടും? പറഞ്ഞോ? സിംഹത്തിൻ്റെ നിങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്നില്ലയോ? പ്രശ്നമാണല്ലോ സൺഡേ സ്കൂളിൽ. ദാനിയേൽ എവിടെ ഇടും? ദാനിയേലാകെ കൺഫ്യൂഷനായി. നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? സൺഡേ സ്കൂളിനും ഇല്ല, സഭയാവത്തിനും ഇല്ല. അങ്ങനെയാണോ പറഞ്ഞേ? അല്ല. താൻ ചെയ്തു വരുന്നത് പോലെ ജനൽ തുറന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതം ഒരുപക്ഷെ സിംഹത്തിൻ്റെ കുഴിയിൽ വീണാലും ദൈവം രക്ഷപ്പെടുത്തുന്നല്ല ഗ്യാരണ്ടി ഉണ്ട് ദാനിയേലിന്? ഇല്ല. മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ. പക്ഷേ തൻ്റെ പ്രാർത്ഥന ജീവിതം എന്തോ ചെയ്തില്ല? കോംപ്രമൈസ് ചെയ്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച ആരൊക്കെയാണ്? യോസഫ് പ്രലോഭനത്തിൽ വീണില്ല, തക്ക സമയത്ത് ദൈവം അവനെ ഉയർത്തി. 2 ദാനിയേൽ തൻ്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്തപ്പോൾ, തൻ്റെ പ്രാർത്ഥന ജീവിതം ചോദ്യം ചെയ്തപ്പോൾ, നോ കോംപ്രമൈസ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്ന ശത്രു. വേറെ ഒന്നും ശത്രു ടാർഗറ്റ് ചെയ്യത്തില്ല. നിങ്ങളിനി ബൈബിൾ വായിക്കരുത്, നിങ്ങളിനി പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥനയ്ക്ക് പോകരുത്, നിങ്ങളുടെ മനസ്സിനെ അശുദ്ധമാക്കണം. എങ്ങനെ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഡൗൺ ആക്കാനാ ശത്രു ശ്രമിക്കുന്നത്? പക്ഷേ അതൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ പറയണം, ദാനിയേലിൻ്റെ കൂട്ട്, ഇതിന് എന്തോ ഇല്ല, നോ കോംപ്രമൈസ്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ നീ അഭിപ്രായം പറയണ്ട. പറയാൻ പറ്റുമോ നാളെ തൊട്ട്? കുഞ്ഞുങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? പറയാൻ പറ്റുമോ? വലുവിന് പറയാൻ പറ്റുമോ? ഇല്ല. പറയാൻ പറ്റുമോ? കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? പറയാൻ പറ്റുമോ? അതിനുള്ള ദൈവകൃപ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കണം. കുഞ്ഞുങ്ങളെ അതിനാണ് പരിശുദ്ധാത്മ അഭിഷേകം നൽകുന്നത്. എന്തിനു വേണ്ടി അറിയാമോ? ആരും കാണാതെ ഉള്ള പ്രലോഭനങ്ങളെ അതിജീവിക്കാനാണ് പരിശുദ്ധാത്മ അഭിഷേകം. ഒരു സ്തോത്രം കേട്ട് പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ആത്മീയതയെ ചോദ്യം ചെയ്യുമ്പോൾ
അതിനെതിരെ നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ് ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കാനാണ് ദൈവത്തിൻ്റെ അഭിഷേകം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവ് ഈ ദൈവകൃപ എനിക്ക് പകരണം. എത്ര പേര് പ്രാർത്ഥിക്കും? യോസഫ് എടുത്തതുപോലൊരു തീരുമാനം, ദാനിയേൽ എടുത്തതുപോലൊരു തീരുമാനം എടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവിനെ ഞാൻ നിർത്താൻ പോവുക. കർത്താവിന് എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? ലൂക്കോസ് 9:23. എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം, അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുക്കണം. 2 കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ഒന്ന്, തന്നെത്താൻ എന്തോ ചെയ്യണം? നിഷേധിക്കണം, തന്നെത്താൻ നിഷേധിക്കണം. 2, തൻ്റെ ആരുടെ ക്രൂശ് എടുക്കണ്ടേ? യേശുവിൻ്റെ ക്രൂശാണോ നമ്മുടെ ക്രൂശാണോ? കൺഫ്യൂഷൻ ആണല്ലോ. യേശുവിനെ അനുഗമിക്കാൻ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ തന്നെത്താൻ ത്യജിക്കണം, നമ്മൾ തന്നെത്താൻ ത്യജിക്കണം. 2ാമത്തെ കാര്യം, ക്രൂശ് എടുക്കാൻ പറയുകയാണ്. ഏത് ക്രൂശാണത്? ബൈബിൾ എടുത്തു നോക്ക്, കൺഫ്യൂഷനായാകെ. ഏത് ക്രൂശ് എടുക്കണ്ടായി? യേശുവിൻ്റെ ക്രൂശാണോ? ആരുടെ? ബെലുവിന് ആരുടെ ക്രൂശ് എടുക്കണ്ട മോനെ? കൺഫ്യൂഷനായി. മോളെ പറ, ആരുടെ ക്രൂശ് എടുക്കണ്ടേ? ഓക്കെ, നമുക്ക് വരാം, അതിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, യേശുവിനെ അനുഗമിക്കാൻ നാം കൊടുക്കേണ്ട വില എന്തൊക്കെയാണ്? 1ാമത്തെ കാര്യം എന്താണ് യേശു പറഞ്ഞത്? തന്നെത്താൻ എന്തോ ചെയ്യണം? നിഷേധിക്കണം. അപ്പോൾ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിക്കാണ് ഇത് വേണ്ടത്. ഫസ്റ്റ് ക്വാളിറ്റി എന്തോ അറിയോ? എന്താണ്? സെൽഫ് ഡിനയൽ, അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഒരു കല്ലെടുത്തിട്ട് ദേഹം മൊത്തം ഇടിച്ച് ചതച്ചാൽ ത്യജിക്കാൻ പറ്റുമോ? ചില മതങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ഇല്ലേ? അവരുടെ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ. കർത്താവ് എന്താ ഉദ്ദേശിച്ചേ? നമ്മളെ അങ്ങ് ഹേറ്റ് ചെയ്യണം. സ്വയം, കർത്താവ് പറഞ്ഞു സ്വയം ത്യജിക്കാൻ, എന്നാൽ അനുഗമിക്കാൻ പറ്റും. എന്നെയും കൊണ്ടൊരു യൂസ് ഇല്ല, അതാണോ? അല്ല, അതൊന്നുമല്ല. കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ ഫോളോവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾക്ക് എൻ്റെ ഫോളോവർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ 2 ക്രൈറ്റീരിയയാണ്. ഒന്നാമത്തത്, സ്വയം ത്യജിക്കണം. അതായത് ഇനി മുതൽ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ, നമുക്കൊക്കെ വാഹനമുണ്ടല്ലോ, വാഹനമില്ലേ? നമ്മുടെ വീട്ടിൽ കാറിൽ നമ്മൾ കയറിയിരിക്കും. ഡ്രൈവിംഗ് സീറ്റ് ആര് കയറിയിരിക്കും? ഞാൻ ഇരിക്കും, നിങ്ങൾ കയറിയിരുന്ന് ഓർത്തട്ടോ. അപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നാൽ നമുക്കിപ്പം കൊട്ടാരക്കര പോകണം. അപ്പോൾ അത് തീരുമാനിക്കുന്ന ആരാ? ഈ കാറാണോ അതോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഞാനാണോ? ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണോ? ഇപ്പം ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണമെങ്കിൽ തീരുമാനിക്കുന്ന ആരാ? ഇപ്പം സിഗ്നലിൽ ലെഫ്റ്റ് എടുക്കണം, കാർ തന്നെ പോവുക അതോ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ആൾ തിരിക്കണോ? ഡ്രൈവിംഗ് സീറ്റ്, കറക്റ്റാ. എക്സാമ്പിൾ പിടി കിട്ടിയോ? അത്രേ ഉള്ളൂ. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നമ്മളാരാ? നമ്മൾ കാറ്, ഏതിനും കാറായിരിക്കും, മാരുതി, ഇഷ്ടമുള്ള കാർ എടുത്തോ. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിൽ ഇന്ന് മുതൽ ആരിയിരിക്കും? നമ്മൾ സ്വത്രം പറയുന്നല്ലോ. യേശുവിൻ്റെ ഫോളോവർ ആണെങ്കിൽ നിങ്ങളുടെ കാർ, നിങ്ങളുടെ കാറിനോട് ഉപമിക്കുക. നിങ്ങളാകുന്ന കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ യേശു കയറിയിരിക്കും. പിന്നെ ഇടത്തോട്ട് പോകണമെങ്കിൽ യേശു പറയും, വലത്തോട്ട് പോകണമെങ്കിൽ ആര് തിരിക്കുന്നത്? യേശു. ഇപ്പം നമ്മളാകുന്ന കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് പോട്ട് ഡിക്കിക്കകത്തെങ്കിലും യേശു ഉണ്ടോ? ആരും കയ്യിൽ നിന്ന് മുക്കരുത്, പ്രശ്നമാകും. ഞാൻ ഇപ്പം ഇറങ്ങിപ്പോക്കോളാം, കുഴപ്പമൊന്നുമില്ല. നമ്മളാകുന്ന കാറിൻ്റെ ഡിക്കിയിലെങ്കിലും യേശു കർത്താവ് ഉണ്ടോ മക്കളെ? അല്ല, കുഴപ്പമില്ല, അത് നമ്മൾ ചിരിക്കണ്ട. അല്ല, നമ്മൾ കാറിനോട് ഉപയോഗിക്കുക. അപ്പം ഈ സെൽഫ് ഡിനയൽ ഉദ്ദേശിക്കുന്നത് എന്തുവാ? നമ്മൾ കാറാകുന്നു, ഡ്രൈവിംഗ് സീറ്റിൽ കർത്താവ് ഇരിക്കുന്നു, ഫുൾ കൺട്രോൾ പിന്നെ ആരാണ്? നമ്മൾ വെറും, നമുക്ക് പിന്നെ ആഗ്രഹമില്ല. കൊട്ടാരക്കര പോകുന്ന തീരുമാനിക്കുന്ന ആരാ? കാറാണോ?
കാറ് പറയുമോ എനിക്ക് നാളെ പൊന്നൂർ വരെ ഒന്ന് പോകണം, എൻ്റെ വീട്ടിലിരിക്കുന്ന കാർ തന്നെ കയറി പോവോ? ഇല്ല. എൻ്റെ ഇഷ്ടമാണ്, ഡ്രൈവറിൻ്റെ ഇഷ്ടമാണ്, ആ വാഹന ഉടമയുടെ ഇഷ്ടമാണ്. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? +2 കഴിഞ്ഞ് എങ്ങോട്ട് പോകണം, ഏത് സ്റ്റേറ്റിൽ പഠിക്കാൻ പോകണം, ഏത് കോഴ്സ് എടുക്കണം, ഏത് കോളേജ് അഡ്മിഷൻ എടുക്കണം, തീരുമാനിക്കുന്ന ആരാ? ഇനി പാസ്റ്ററെ, ഞങ്ങൾക്കറിയാവുന്നൊരു പ്രവാചകനുണ്ട്, പുള്ളിയോട് ചോദിച്ചിട്ടേ ഞങ്ങൾ ഇതൊക്കെ ചെയ്യത്തുള്ളൂ. പാസ്റ്റർ പ്രാർത്ഥിച്ചു വന്നാലും ആ പുള്ളി പറയുമ്പോഴേ എനിക്കൊരു ഇപ്പോഴിങ്ങനത്തെ ആയിട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇതൊന്നും യേശുവിനെ അനുഗമിക്കുന്ന കൂട്ടരൊന്നുമല്ല ഇത്. പിന്നെ പേരിനോട് ഇങ്ങ് പോവാം. കാരണം അവർക്കെന്താണ്, സഭയിലെ പാസ്റ്ററെ പോലും അവർക്ക് എന്തോ ഇല്ല, ബഹുമാനമില്ല. പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങൾ ബഹുമാനിക്കുന്നേ? കാരണം അവർ നോക്കുമ്പോൾ എന്താണ്, ഞായറാഴ്ച വാസ്റ്ററെ, പിന്നെ പിറ്റേന്ന് വേറെ ആൾക്കാരെ കയറുന്നേ വീട്ടിൽ ദൂത് പറയാൻ. ദൂത് കേൾക്കണ്ടേ, മാന്യത കേൾക്കണ്ടേ, വിസ വരണ്ടേ? സ്തോത്രം. ഞാൻ പറഞ്ഞത് സ്വയം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. നമ്മളെല്ലാം കാറായിട്ട് മാറുന്നു. നമ്മുടെ കാറെല്ലാം ആര് മേടിക്കുന്നു? കർത്താവ് മേടിക്കുന്നു. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ കർത്താവ് ഇരിക്കുക. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾ, കുഞ്ഞുങ്ങളെ എല്ലാ ആഗ്രഹം എന്താകണം, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, നേഴ്സാണോ, ഫാർമസിസ്റ്റ് ആണോ, ഇതെല്ലാം കർത്താവ് തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം കർത്താവ് കറക്റ്റ് സമയത്ത്, നീ ഇടത്തോട്ട് പോകുമ്പോൾ കർത്താവ് തിരിഞ്ഞോളൂ. നീ പേടിക്കണ്ട. വണ്ടി പറയുമോ, ഇപ്പം വണ്ടി ഇടിക്കും, തിരിക്കും, വണ്ടി പറയോ, എന്തെങ്കിലും പറയുമോ? വണ്ടി ഉണ്ടായിരുന്നാൽ മതി. എങ്ങും തട്ടാതെ സുരക്ഷിതമായി നിത്യതയിൽ ഈ വണ്ടി എത്തും. ഒരു ആമേൻ പറയാമോ? കർത്താവ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാൽ, ഇപ്പോൾ ഡിക്കിയിലായിരിക്കും കിടക്കുന്നത്, ഈ കർത്താവിനെ ഈ വൈകിയ സമയം ഈ ഉപവാസ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൽ കർത്താവിനെ ഇരുത്തിയാൽ ഇതെങ്ങും തട്ടാതെ പോറലേക്കാതെ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരത്തില്ല. തക്ക സമയത്ത് നിത്യതയിലെത്തിയിരിക്കും. യേശുവിനോടൊപ്പം ഈ വാഹനം സുരക്ഷിതമായി ദൈവം എത്തിച്ചിരിക്കും. 5 മിനിറ്റ് കൂടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താ രണ്ടാമത്തെ കാര്യം? രണ്ടാമത്തെ കാര്യം എന്താണ് മക്കളെ? ഒന്നും സെൽഫ് ഡിനൈൽ മനസ്സിലായോ? സ്വയം തിരിക്ക് മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? രണ്ടാമത്തെ കാര്യം എന്ന് ഭർത്താവ് പറഞ്ഞേ, ക്രൂശ് എടുക്കുക. നമ്മളെ സംബന്ധിച്ച് എന്താ ക്രൂശ് എന്ന് പറയുന്നത്? ഇഷ്ടമല്ലാത്ത സാറുമാരെന്താണ്? ഒരു കുരിശ് തന്നെ. ഇഷ്ടമല്ലാത്ത ദൂതുകൾ പറയുന്ന പാസ്റ്റർമാർ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നാലും അതൊരു കുരിശാണ്. കാരണം എന്താണ്? നിങ്ങളുടെ ഉടായ്പകളെല്ലാം ദൂതായിട്ട് വിളിച്ച് പറയും, അതും ഒരു കുരിശാണ്. പിന്നെന്താ അടുത്ത കുരിശ്? എന്താണ്? അമ്മ ഇങ്ങനെ ഉപദേശിച്ച് നിന്ന് കഴിഞ്ഞാൽ ആൻറ്റിമാർ പടങ്ങരുത്, നിങ്ങളൊരു കുരിശാവും. അപ്പന്മാർക്ക് പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ സേഫാണ്, കുഴപ്പമൊന്നുമില്ല. ഈ അമ്മമാരുടെ ഉപദേശമാണല്ലോ പ്രശ്നം. കുഞ്ഞുങ്ങൾക്ക് കൈവക്കരുത്, പ്രശ്നമാകും. എന്താണ് വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞ കുരിശ്? കർത്താവ് പറഞ്ഞ കുരിശെടുക്കാൻ അല്ലേ? ഇനി ഇത് നിങ്ങൾ മറക്കരുത്. ഈ വാക്യം, ഒറ്റ വാക്യം ഞാൻ പ്രസംഗിച്ചോളൂ ഇന്ന്, മറക്കരുത്. ഒന്നാമത്തെ എന്താണ്? സ്വയം ത്യജിക്കണം. അത് മനസ്സിലായില്ല എല്ലാവർക്കും? 2, കുരിശെടുക്കണം. ആരുടെ കുരിശാ? എന്താ നമ്മൾ പറയുന്ന കുരിശ്? എന്തുവാണ്? നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ കുരിശ്. അതൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു കുരിശ്? ആ കാലഘട്ടത്തിൽ കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ എന്തോ അതിൻ്റെ അർത്ഥം? ഇപ്പം ആ യേശുവിൻ്റെ കാലത്തിൽ ഒരാൾ ക്രൂശ് എടുത്ത് പോവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അവനോട് പോവാ. യേശുവിൻ്റെ കാലത്തിൽ ഒരാൾ ക്രൂശ് എടുത്ത് നടന്നു പോവുക. അപ്പം ആ പുള്ളി എങ്ങോട്ട് പോവാ മക്കളെ? എങ്ങോട്ട് പോവാ? പറഞ്ഞോ, പെട്ടെന്ന് പറ. അല്ല, യെസ്, വെരി ഗുഡ്. മരിക്കാൻ പോവാ. അതതിൻ്റെ അർത്ഥം. യേശുവിന് വേണ്ടി ഈ കുരിശ് എന്ന് എടുക്കണമെന്നാണ് പറയുന്നത്. തോന്നുമ്പോഴല്ല, ഞായറാഴ്ച മാത്രമല്ല. ചിലരങ്ങനെയല്ലേ, നമ്മൾ ബൈബിളൊക്കെ എടുക്കുന്ന ഞായറാഴ്ച രാവിലെ, എടിയെ ബൈബിള് കാണുന്നില്ല, എവിടാ? അയ്യോ, ഇപ്പോഴും ഓർത്തച്ചായ ചർച്ചിൽ ഇട്ടിട്ടിങ്ങി വന്നു. ആ സംഭവമല്ല ഇത്. എന്നും എടുക്കണം ഈ കുരിശ്. എന്നും എടുക്കണം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, ഈ കുരിശ് എന്നും എടുക്കണം. കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നും എടുത്തേ പറ്റൂ കുരിശ്. അത് നടക്കത്തില്ല. ഈ കുരിശ് എടുത്താൽ എങ്ങോട്ട് പോവാ? ബെൽവിൻ പറഞ്ഞ പോലെ എങ്ങോട്ട് പോവാ? ഇത് മരണം. എന്തോ ഇതിൻ്റെ അർത്ഥം കാണിക്കുന്നറിയോ? ഈ യേശുവിനെ അനുഗമിക്കുന്ന എനിക്ക് ഒരുപക്ഷെ മരണം വരെയുള്ള പ്രതിസന്ധികൾ വന്നാലും ഞാൻ ഈ കുരിശെടുക്കും. കഷ്ടതകൾ വരുമെന്നായി പറയുന്നത്. നമ്മൾ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ
പ്രതിസന്ധികൾ വന്നേക്കാം. ആ കാലഘട്ടത്തിൽ കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ യേശുവിന് വേണ്ടി മരണം വരെ വിശ്വസ്തനായി നിൽക്കാനുള്ള ആഹ്വാനം അത്. പക്ഷെ ഇന്ന് നാം കേൾക്കുന്നത് എന്താണ്? യേശുവിനെ അനുഗമിച്ചു കഴിഞ്ഞാൽ എന്തോ കടം മാറും, ജപ്തി മാറും, എല്ലാം പൊട്ടും, ഇല്ലേ? ബന്ധനം എല്ലാം പൊട്ടിച്ചോട്ടെ, അത് പ്രശ്നമില്ല, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷെ യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും ക്ലിയർ ആയി എന്ന് വരത്തില്ല. കാരണം ചില വിഷയങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ ഗുണപ്പെടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദൂത് പിടികിട്ടുന്നുണ്ടോ? എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കർത്താവ് തരും. എന്തിനു വേണ്ടി അറിയോ? നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കും, കുറച്ചുകൂടെ ഉപവസിക്കും. നമ്മളെ തകർക്കാനല്ല, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാ. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ഒരുപക്ഷെ യേശുവിനെ അനുഗമിക്കുന്ന നിമിത്തം പ്രതിസന്ധികൾ വരാം. കുരിശ് ഡെയിലി എടുക്കുമെന്ന് പറയുമ്പോൾ എന്താണ്? മരണത്തെ കാണിക്കുന്നത്. എന്ത് മരണം എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാ. എത്രയോ രാജ്യങ്ങളിൽ, എനിക്കൊന്ന് നൈജീരിയ എന്ന് തോന്നുന്നു, ഈ യേശുവിൻ്റെ മാർഗനിമിത്തം കൂട്ടമായി കൊന്നു. ഒരു ക്രിസ്ത്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്ത്, എത്ര കണക്ക് ഓർക്കുന്നില്ല. ഈ യേശുവിന് വേണ്ടി തീരുമാനം എടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ അവരെ തലയർത്ത് കൊന്നു. എന്താ അത് കാണിക്കുന്നത്? നമുക്ക് ഇത്രയും ദൈവം തന്നു. പക്ഷേ ഞാൻ പറയുന്നത്, നോർത്ത് ഇന്ത്യയിലേക്ക് എത്ര ദേവദാസന്മാർ ഈ യേശുവിൻ്റെ മാർഗത്തിന് വേണ്ടി അടികൊണ്ടില്ലേ? അപ്പോൾ ഇത് കാണിക്കുന്നത് ഒരുപക്ഷെ യേശുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെർസിക്യൂഷൻ വന്നേക്കാം. നാളെ ഇവിടെ വരുത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതുവരെ ദൈവം നടത്തി. അപ്പോൾ നമുക്ക് ദൈവം നൽകുന്ന ഈ സ്വാതന്ത്ര്യം ഇത് നമ്മൾ കറക്റ്റ് യൂസ് ചെയ്തോണം. കാരണം നോർത്ത് ഇന്ത്യയിലേക്ക് എത്ര ദേവദാസന്മാർ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു. അതുപോലെ ഇത് കാണിക്കുന്നത് കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഒരുപക്ഷെ പ്രതിസന്ധികൾ, കഷ്ടതകൾ വന്നേക്കാം. എങ്കിലും ഞാൻ കർത്താവിൻ്റെ അനുയായി ആയതുകൊണ്ട് ഞാൻ അവനെ അനുഗമിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദിവസനതിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാവോ? അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥമായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുയായി മാറുവാൻ ഇതുവരെ ഒരുപക്ഷെ നമുക്ക് ദൈവത്തെ യഥാർത്ഥമായി അനുഗമിക്കാൻ കഴിഞ്ഞു കാണത്തില്ല. ഒരുപക്ഷെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, ഒരുപക്ഷെ ഞായറാഴ്ച വരുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, പക്ഷേ ദൈവമായിട്ടൊരു ബന്ധത്തിൽ നമുക്ക് ഇതുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞു കാണത്തില്ല. പല കാരണങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞ 2 കാര്യങ്ങൾ, സ്തോത്രം. നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ തന്നെത്താൻ നിഷേധിക്കണം, സ്വയം ത്യജിക്കണം. 2, തൻ്റെ ക്രൂശ് എടുത്ത് അനുദിനം കർത്താവിനെ അനുഗമിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ഈ ദൂതിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു, കർത്താവേ എന്നെ ഒന്ന് പണിയണമേ എന്നൊരു പ്രാർത്ഥിക്കും. കർത്താവെ കുറവുകൾ വന്നു പോയി, കർത്താവെ ബലഹീനതകൾ വന്നു പോയി, കർത്താവെ ഈ വൈകിയ സമയത്ത് കർത്താവ് ഈ ദൂതിന് മുമ്പിൽ ഒരു തീരുമാനത്തോടെ നമുക്ക് ആ ഒരു പാട്ടിൻ്റെ ഐ ഹാവ് ഡിസൈഡ് ഒന്ന് പാടാവോ? ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back.